സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ അല്ലാഹുവിന്റെ പരിശുദ്ധി അങ്ങ് വാഴ്ത്തണം നബിയേ. അല്ലദീ ഖലഖ ഫസവ്വാ, സൃഷ്ടിച്ചവനാണവൻ. ഫസവ്വാ, മാത്രമല്ല സമപ്പെടുത്തുകയും ചെയ്തവനാണവൻ. എന്താണ് ഈ പറഞ്ഞത്? സൃഷ്ടിക്കുക മാത്രമല്ല, ഒരു മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം അല്ലാഹു സമപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജനിക്കുന്ന ഒരു പിഞ്ചു പൈതലിന്റെ ശരീരത്തിൽ ആവശ്യമായ അളവിൽ മാത്രം ഷുഗറിന്റെ ഘടനയെ നിയന്ത്രിച്ചു നിർത്തിയതാരാ? ശ്രദ്ധിക്കണേ നിങ്ങൾ. അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമായി ഉണ്ടല്ലോ. കേവലം മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ മാത്രം ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലോ. ആ ഘടകങ്ങളുടെ അളവ് സമമാകുമ്പോഴേ മനുഷ്യ ശരീരം അതിന്റെ സന്തുലിതമായ അവസ്ഥയിൽ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യ ശരീരത്തിലെ രക്തം വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണല്ലോ നിർവഹിക്കുന്നത്. രക്തമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഒരാൾ അപകടപ്പെട്ടാൽ, ആക്സിഡന്റ് ആയാൽ, അയാൾ രക്തം വാർന്നൊഴുകിയാൽ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. രക്തം ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാനമായ ഘടകമാണ്. ആ രക്തത്തിൽ മാത്രം ഒരുപാട് ഘടകങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ പറയാറുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം. മറ്റൊന്നാണല്ലോ ഷുഗർ, മറ്റൊന്നാണല്ലോ കൊളസ്ട്രോൾ. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലോ, പ്ലേറ്റ്ലേറ്റുകൾ ഉണ്ടല്ലോ. എല്ലാം അതിന്റെ അളവിൽ കൃത്യമാകുമ്പോൾ മാത്രമാണ് മനുഷ്യ ശരീരം സ്വസ്ഥമായും സമാധാനമായും ആരോഗ്യപരമായും നിലനിൽക്കുന്നത്. ആ ഘടകത്തിലുള്ള വ്യതിയാനമാണ് അമിതമായി ഇത് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്താൽ മനുഷ്യ ശരീരം രോഗാതുരമായി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരാളെ കുറിച്ച് അയാൾ ഷുഗർ രോഗിയാണ് എന്ന് പറയാറുള്ളത് എപ്പോഴാണ്? അയാളുടെ ശരീരത്തിൽ ആവശ്യത്തിലും കൂടുതൽ ഷുഗർ ഉണ്ടാകുമ്പോഴാണ് രക്തത്തിൽ. അപ്പോൾ നമ്മൾ അയാളെ കുറിച്ച് പറയാറുള്ളത് അയാൾ ഷുഗർ രോഗിയാണ് എന്ന് പറയാറുണ്ട്. ഇനി ആവശ്യത്തിലും അളവ് കുറഞ്ഞു പോയാലും നമ്മൾ പറയും അയാൾ ഷുഗർ രോഗിയാണ് എന്ന്. കൊളസ്ട്രോളിന്റെ അളവ് അമിതമായാൽ നമ്മൾ പറയും അയാൾ കൊളസ്ട്രോൾ രോഗിയാണ് എന്ന്. കുറഞ്ഞു പോയാലും നമ്മൾ പറയും അയാൾ കൊളസ്ട്രോൾ രോഗിയാണ് എന്ന്. പ്രഷറിന്റെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് ഒരു പരിധി വരെ ഇല്ല എങ്കിൽ മനുഷ്യ ശരീരത്തിന് പിടിച്ചു നിൽക്കാനും കഴിയില്ല. അത് അളവിലും കൂടുതലായാൽ പ്രഷർ രോഗിയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കുറഞ്ഞു പോയാലും പറയും നമ്മൾ പ്രഷർ രോഗിയാണ് എന്ന്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തെ ആരോഗ്യമുള്ളതായി നിലനിർത്തുന്നത് ആ മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ കൃത്യമായ അളവിനുള്ളിൽ നിലനിൽക്കുമ്പോഴാണ്. ആരാണ് എന്റെ പ്രിയമുള്ള സഹോദര? ജനിച്ച ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ ഷുഗറിന്റെ അളവിനെ ക്രമപ്പെടുത്തി നിർത്തിയത് ആരാ? അല്ലദീ ഖലഖ ഫസവ്വാ. മാതാവല്ല, പിതാവല്ല, ചികിത്സിച്ച ഡോക്ടറല്ല. അല്ലദീ ഖലഖ ഫസവ്വാ, സൃഷ്ടിക്കുകയും ആവശ്യമായ ഘടകങ്ങളെ ക്രമപ്പെടുത്തി നിർത്തുകയും ചെയ്തത് അല്ലാഹുവാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിക്കണേ. ഒരാൾ രോഗിയാകുന്നത് എപ്പോഴാണ്? മാരകമായ രോഗങ്ങൾ മനുഷ്യ സമൂഹത്തെ പിടിപെടുന്നത് എപ്പോഴാണ്? മറുപടിയില്ലാതെ ലോകം ഉയലുന്ന കാലഘട്ടമാണല്ലോ ഇത്. ഒന്നിനെ പ്രതിരോധിക്കുമ്പോഴാണ് മറ്റൊന്ന് മനുഷ്യ ശരീരത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്, പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണമറിയാതെ മനുഷ്യലോകം പകച്ചു നിൽക്കുമ്പോഴാണ്
14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സംസാരിക്കുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യകുലത്തോട് സംസാരിക്കുകയാണ്. അല്ലദീ ഖലഖ ഫസവ്വാ. മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ ഘടകങ്ങളെ അത് നിർണിതമായ അളവിൽ പിടിച്ചു നിർത്തുന്നത് അല്ലദീ ഖലഖ ഫസവ്വാ, സൃഷ്ടാവായ അല്ലാഹുവാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ. എല്ലാം അങ്ങനെ. ഒരാൾ കിഡ്നി രോഗിയായി നമ്മളെ പറയലേ ക്രിയേറ്റിന്റെ അളവ് കൂടുമ്പോഴാണല്ലോ അല്ലേ കിഡ്നി രോഗം ഒരാളെ ഗ്രസിച്ചു എന്ന് നമ്മൾ പറയപ്പെടാം. ക്രിയേറ്റിൻ അമിതമായി പുറത്തു പോകുന്നുണ്ട്, അതിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണല്ലോ പറയാറുള്ളത് അയാൾ കിഡ്നി രോഗിയായി തുടങ്ങിയിട്ടുണ്ട് എന്ന്. പിന്നെയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഡയാലിസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അയാൾ പൂർണ്ണമായ കിഡ്നി രോഗിയാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ശരീരത്തിൽ ആവശ്യമായ അളവിലും കൂടുതൽ ഇതുണ്ടാകുമ്പോഴാണ് ഏതൊരു ഘടകമാണെങ്കിലും അത് ആവശ്യത്തിലും കൂടുതൽ ഉണ്ടാകുമ്പോൾ ആ ശരീരം രോഗിയായി എന്ന് നമ്മൾ പറയും. ഞാൻ അതിനാണ് 2-3 ഉദാഹരണങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാകുന്ന, സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണമാണല്ലോ. അളവിലും കൂടിയാൽ രോഗിയാവും, കുറഞ്ഞാലും രോഗിയാവും. ഈ ശ്രദ്ധിക്കണേ, ഈ അളവിലെ ഏറ്റ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരീരത്തിലെ ഈ അളവിലുള്ള ഏറ്റ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശ്രദ്ധിക്കണേ. ഖുർആനിൽ അല്ലാഹു പറയുകയാണ് ഫമാ അസ്വാബകും മിൻ മുസീബ. നിങ്ങളുടെ ശരീരത്തെ പിടികൂടിയിരിക്കുന്ന, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏതു നാശമാണെങ്കിലും ആ നാശം നിങ്ങളെ പിടികൂടാനുള്ള കാരണം ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞു തരാൻ. നേരെ പറഞ്ഞു തരാൻ ഞാൻ ഡോക്ടറോട് മുട്ടുവേദനയുടെ കാരണം എന്ത് എന്ന് ചോദിച്ചു. മുട്ടുവേദനയുടെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് ഈ കാലത്തൊരു രോഗം, അത് ഈ കാലത്തൊരു രോഗം എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പല കാരണങ്ങളും പറയുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞു 60% ആ കാരണങ്ങളൊക്കെ പല രോഗികളും അത് പല രോഗികളിലും അത് യാഥാർത്ഥ്യമാകുന്നത് 60% മാത്രമേ ഉള്ളൂ. 40% ഇതിനെല്ലാം വിരുദ്ധമാണ്. 40%ത്തിലും ഈ കാരണങ്ങളൊന്നും ആളുകളിൽ സൂട്ടാകുന്നില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് അയാൾ പറഞ്ഞു അത് ഈ കാലഘട്ടത്തിൽ രോഗമാണ് എന്നാ അയാൾ പറഞ്ഞത്. ഫമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങളെ പിടിപെടുന്ന ഏതു നാശമാകട്ടെ ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളാണ് ആ അപകടത്തിന്റെ പിന്നിലുള്ളത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ മനുഷ്യർ തെറ്റു ചെയ്യുമ്പോൾ ആരാണോ ഈ ഘടകങ്ങളെ അതിന്റെ പ്രത്യേകമായ അളവിൽ പിടിച്ചു നിർത്തുന്നത്, അല്ലാഹു ആ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചു കളയുന്നതാണ് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ സഹോദര, ഷുഗറിന് എന്താ കാരണം പറഞ്ഞത്? ഷുഗറിന് വൈദ്യശാസ്ത്രം പറഞ്ഞ കാരണം എന്താ? അവർ പറയുന്നത് അമിതമായ ഭോജനമാണല്ലോ ഷുഗറിലേക്ക് ഒരാളെ എത്തിക്കുന്നത് എന്ന്. മിക്കവാറും അവർ കാരണം പറഞ്ഞതാണല്ലോ അമിതമായ ഭോജനം എന്ന്. അമിതമായി ഭോജിക്കരുത് എന്ന്, ഭക്ഷണം കഴിക്കരുത് എന്ന് അല്ലാഹു 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. യാ ബനീ ആദം ഖുദൂ സീനതകും മിൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. യാ ബനീ ആദം, മനുഷ്യ സന്തതികളെ,
നിസ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു പോകണേ. പിന്നെയോ വകുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തോളൂ. വലാ തുസ്രിഫൂ, പക്ഷേ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കരുത്, അമിതമായി വെള്ളം കുടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെ, അമിതമായി ഭുജിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അമിതമായ ഭോജനം, അമിതമായ വെള്ളം കൂടി എല്ലാം ശരീരത്തിന് നാശമാണെന്ന് ഖുർആൻ. നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു നിലനിർത്തിയ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകാനുള്ള കാരണം അല്ലാഹു പറഞ്ഞത് നിങ്ങൾ അനുസരിക്കാത്തതാണ് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഖാലല്ലാഹു അസ്സ വജൽ. എന്താ അല്ലാഹു പറഞ്ഞത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചോളൂ, ഹാർട്ട് രോഗത്തിന്റെ കാരണം എന്താ? ഹാർട്ട് രോഗത്തിന്റെ കാരണം എന്താ? നബി കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണേ ഹദീസ്. ലാ തുമീതു ഖുലൂബകും, നിങ്ങൾ നിങ്ങളുടെ ഖൽബുകളെ കൊന്നുകളയരുത്, നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടുകളെ കൊന്നുകളയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തുമീതു ഖുലൂബകും, നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടുകളെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞാൽ ഹാർട്ടുകളെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ബികഥറത്തിൽ അക്ലി വശ്റുബി, ധാരാളം ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊന്നുകളയരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാ റസൂലുള്ളാഹി പറഞ്ഞത് ഫഇന്നൽ ഖൽബ, ഒരു മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് കസ്സറഇ, കൃഷി പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഫഇന്നൽ ഖൽബ, ഒരാളുടെ ഹൃദയം കസ്സറഇ, കൃഷി പോലെയാണ്. തമൂതു, ആ ഹൃദയം മരിച്ചുപോയി, കൃഷി മരിച്ചു പോകും. ഇദാ യമൂതു ഇദാ കഥുറ അലൈഹിൽ മാ, ഒരു കൃഷിക്ക് ലഭിക്കേണ്ടതിലും കൂടുതൽ വെള്ളം ആ കൃഷിയിലേക്ക് ചെന്നാൽ ആ കൃഷി നശിച്ചു പോകുന്ന പോലെ വെള്ളവും ഭക്ഷണവും അമിതമായി ഒരു ശരീരത്തിന് ആവശ്യത്തിലും കൂടുതൽ ഒരു ശരീരത്തിലേക്ക് ചെന്നാൽ ഹൃദയം ചത്തുപോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ഹാർട്ട് രോഗത്തിന്റെ കാരണം പറഞ്ഞുതരാം. അല്ലേ? ആദരണീയരായ മൗലവി നമ്മളുടെ കൂട്ടത്തിൽ, ഈ സദസ്സിൽ പ്രായത്തിൽ കൂടുതൽ ഒരാളാണല്ലോ. നിങ്ങളെ ചെറുപ്പത്തിൽ ആരെങ്കിലും അറ്റാക്കായി മരിച്ചത് കേൾക്കണ്ട നിങ്ങളെ? എന്താ കാരണം? അന്ന് അമിതമായ ഭോജനമില്ല, അന്ന് ഭക്ഷണത്തിന് മനുഷ്യൻ കഷ്ടപ്പെടുന്ന കാലമാണ്. അന്ന് ആൾക്കാർ, എന്നോടൊരാളിന്റെ നാട്ടിലെ ആള് പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലൊക്കെ വയസ്സായ മനുഷ്യന്മാര് മരിക്കാത്തത് കൊണ്ട് മദ്രസയിലൊക്കെ പള്ളിക്കൂടത്തിലൊക്കെ കഞ്ഞി വെച്ചിട്ട് നേർച്ചയാക്കിയിട്ട് കുട്ടികളോട് ദ്വാരിപ്പിക്കല. പഠിച്ചോനെ, ഞാൻ ജീവിച്ച വലിയ ബുദ്ധിമുട്ടാ, ഒന്ന് മരിപ്പിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട്. പഴയ കാലത്ത് ആരെങ്കിലും അറ്റാക്ക് മരണം കേട്ടിട്ടുണ്ടോ? ഉമ്മാ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാരോടും ഞാൻ പറയാം, ഭക്ഷണം കഴിക്കാൻ പോവാ എങ്ങോട്ട്? കോഴിക്കോട്ട്. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ. ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന സ്വഭാവമാണല്ലോ അത്. അമിതമായി ഭോജനം നടത്തുക, അറ്റാക്ക് വരാ എന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ഖണ്ഡത്തിൽ തെറ്റല്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാ നമ്മളെ പഠിപ്പിക്കുന്നത്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളോ വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ എഴുന്നേൽക്കാറില്ല. ചെറിയ ഉമ്മാരൊക്കെ ചെറിയ മക്കളോട് പറയില്ലേ,
വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണേ, ഇതും കൂടി തിന്ന അമ്മായി മിഠായി തരാം, ഇതും കൂടി തിന്ന അമ്മ ജിലേബി തരാം. പെങ്ങളെ, നിങ്ങളാ ശീലിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഒരാൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്രയാണ് എന്ന്, ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത് എത്രയാ, വെള്ളം കുടിക്കേണ്ടത് എത്രയാ, പുണ്യനബി പഠിപ്പിച്ചു തന്നല്ലോ. നമ്മൾ വിചാരിച്ചത് ളുഹ്ർ എത്ര റക്അത്താണ്, അസ്ർ എത്ര റക്അത്താണ്, സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ എത്ര എണ്ണമാണ്, ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളൂ എന്നല്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹസ്ബിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന് മതി ലുഖൈമാതുൻ യുഖിംന സുൽബാ, അയാളുടെ മുതുകിനെ നിവർത്തി നിർത്താൻ പറ്റാവുന്ന അത്രയും ഭക്ഷണം മതി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഭയങ്കര വർത്താന. ലുഖൈമാതുൻ ലുഖൈമാതുൻ ലുഖൈമാതുൻ, അല്പം പിടി ഭക്ഷണം മതി. യുഖിംന സുൽബാ, ഒരാളുടെ മുതുകിനെ നിവർത്തി നിർത്താൻ പറ്റാവുന്ന ഭക്ഷണം മതി എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ കേൾക്കണം കേട്ടോ. ഫൈൻകാന ലാ ബുദ്ദ ഫാഇലാ, ഇനി അനിവാര്യമാണ് എന്ന് തോന്നിയാൽ സുലുസുൽ നിതാഅ, അതിലും കൂടുതൽ ഒരാൾക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ വയറിന്റെ 1/3 ഭക്ഷണം, വതുലുസുൽ ലിശറാബ്, 1/3 വെള്ളം, വതുലുസുൽ ലിനഫസി, 1/3 ശ്വസിക്കാനും ഉച്ഛസിക്കാനും ഉപേക്ഷിച്ചിടണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അങ്ങനെ ശ്വസിക്കാൻ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരോഗ്യം ഭയങ്കര സമ്പത്താണ്. ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ പരിശുദ്ധമായ റമദാനിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ, നബിയേ, ലൈലത്തുൽ ഖദർ ഏത് രാവിലാണെന്ന് ഞാൻ അറിഞ്ഞാൽ ആ രാവിൽ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണേ, നല്ലോ ശ്രദ്ധിക്കണേ, നല്ലോ ശ്രദ്ധിക്കണേ. നമ്മളെന്താ പറയല്? അന്ത്രോജി കല്യാണത്തിന്റെ ടേബിളിൽ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ പറയാം, അന്ത്രോജി നല്ലോ തിന്നോളി, അന്ത്രോജി ഷുഗറും പ്രഷറും ഒന്നും പന്ന് നോക്കണ്ട, തിന്നാലും മരിക്കും, തിന്നിട്ടില്ലെങ്കിലും മരിക്കും, തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത്, തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത്, നിങ്ങൾ കണ്ടില്ല, തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത് തിന്നു മരിക്കലാണ് അന്തർഹാജി എന്ന് പറയാറുണ്ട്. മുസ്ലിമേ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ നയമല്ല അത്. മൂന്നിലൊന്നേ ഭക്ഷിക്കാവോ, മൂന്നിലൊന്ന് വെള്ളമായിരിക്കണേ, മൂന്നിലൊന്ന് ശ്വസിക്കാനും ഉച്ഛസിക്കാനും മാറ്റി നിർത്തണേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു രോഗിയെ കാണാൻ വേണ്ടി കയറി, ഡയാലിസിസ് ചെയ്യുന്ന രോഗിയാണ്. അള്ളാഹു അത്തരം രോഗത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 10 കൊല്ലമായാൽ ഡയാലിസിസ് ചെയ്യാം. 10 കൊല്ലം അയാൾക്ക് ഈടെ പനി വന്നു, ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല. ഡയാലിസിസ് രോഗികൾക്ക് പനി വന്നാൽ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയില്ല, പ്രതിരോധ ശക്തി കുറഞ്ഞു പോകും, അവശനായി ഐസിയുവിലാണ്. ഞാൻ അദ്ദേഹത്തെ എന്റെ അടുത്ത സുഹൃത്താണ്, അല്ലാഹു അദ്ദേഹത്തിന് ശിഫാ നൽകട്ടെ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എന്റെ അടുത്തുള്ള ആൾ പറഞ്ഞു, കോഴിക്കോട് ന്യൂ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, വലിയൊരു ഹോസ്പിറ്റലിൽ വരാൻ പോകുന്നുണ്ട്. ഏതാ PK ഗ്രൂപ്പോ എന്തൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അവരുടെ ഹോസ്പിറ്റൽ മാലാപ്പറമ്പിൽ വരാൻ പോകുന്നുണ്ട്. വേറെ ഒന്ന് കേൾക്കണോ? ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ശ്രദ്ധിക്കുമ്പോൾ 90% മുസ്ലിങ്ങളാണ്.
എവിടെയാ നമുക്ക് തകരാറ് പറ്റിയത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈജിപ്തിന്റെ രാജാവായിരുന്ന മുഖൗഖിസ് രാജാവ് കുറെ സമ്മാനങ്ങൾ കൊടുത്തേച്ചല്ലോ. റസൂലുള്ളാഹിന്റെ കാല മുഖൗഖിസ് രാജാവ് അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തേച്ചു അല്ലാഹുവിന്റെ ഹബീബിന്. ആ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെന്ത് ഗിഫ്റ്റ് കൊടുത്താലും റസൂലുള്ളാഹി സ്വീകരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ മദീന മുനവ്വറയിൽ ഒരുപാട് മാസങ്ങളോളം താമസിച്ചു. പക്ഷേ മദീനയിൽ ആരും രോഗികളാകുന്നില്ല. അപ്പോഴാണ് ഈ ഡോക്ടർ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിന്റെ കാരണം അന്വേഷിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് ഇതിനെ പറഞ്ഞു കൊടുത്ത കാരണം എന്താണെന്നറിയാം? നമ്മൾ വിശപ്പ് തീരുന്നതിന് മുമ്പേ ഭക്ഷണത്തിൽ നിന്ന് കൈവലിക്കുന്നവരാ. വിശപ്പ് തീരുന്നതിന് മുമ്പേ ഭക്ഷണം നിർത്തുന്നവരാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം 2 നേരം ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ അങ്ക് തന്നെയാണോ പണി? ആയിഷ അങ്ക് തന്നെയാണോ പണി? 2 നേരം ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്. എല്ലാ മാസവും കണക്കാ. ഭക്ഷണം കുറച്ച് കഴിക്കേണ്ട മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക. ആ മാസം കഴിഞ്ഞു പോയത്. ഏതാണ് മാസം? പറയാന്നല്ലാതെ പറയാന്നല്ലാതെ എവിടെയാ മാറ്റം? നമ്മളെ കല്യാണങ്ങളിലൊക്കെ പോയൊക്കെയുള്ള സ്ഥിതി എന്താ? അങ്ങനെ എല്ലാം നിരത്തി വച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നെ കബ്സ ഉണ്ട്. ഞാൻ ഇന്നും ഒരു കല്യാണത്തിൽ പങ്കെടുത്താ വരുന്നത്. ഇതൊക്കെയാണുള്ളത്. ബിരിയാണി വേറെ ഉണ്ട്, കബ്സ വേറെ ഉണ്ട്. മജൂസ് അല്ലേ? മജൂസ് എന്ന അറബി ബിരിയാണി അല്ലേ? മജ്ബൂസ് വേറെ ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളുണ്ട് അവിടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചിരുന്ന ആളാ. ഉമ്മത്തെ കേൾക്കണേ, നമ്മൾ എവിടെയാ തകരാറ് പറ്റിയതെന്നറിയാമോ? അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ നമ്മൾ വലിച്ചെറിഞ്ഞതാണ്. എല്ലാ മേഖലയിലും ഞാൻ വേറെ ചില മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. സമയം അനുവദിച്ചാൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ നബിയേ, ലൈലത്തുൽ ഖദറാണെന്നറിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് എന്താണ് ദുആ ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? സലില്ലാഹ അൽഅഫ്വ വൽ ആഫിയ. ആയിഷ, നീ അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്തു തരാനും വല്ലാഫിയ, ആരോഗ്യം തരാനും ദുആ ചെയ്യണേ ആയിഷ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യം അത്രമേൽ പ്രധാന. അതുകൊണ്ട് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തണ്ടല്ലോ, ഒരടിമ തന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമേതാ? അയാൾ സുജൂദ് ചെയ്യുന്ന സമയമാണല്ലോ. ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം, സുജൂദ് ചെയ്യുന്ന സമയം. ആ 2 സുജൂദിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്. അതിൽ ഒന്നെന്താ? വഅഫിനി, അല്ലാഹുവേ എനിക്ക് ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ അല്ലാ. ആരോഗ്യം അത്രമേൽ പ്രധാനമായതുകൊണ്ടാണ് 2 സുജൂദുകൾക്കിടയിലുള്ള ദുആയിൽ അല്ലാഹു ഉൾപ്പെടുത്താൻ പറഞ്ഞത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ബോധവാനാവണമെന്ന. എങ്ങനെങ്കിലും ജീവിച്ചാന്നും പറ്റൂല, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയത് നിസ്കരിക്കണേനെ നേരും സമയമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനല്ല, എല്ലാത്തിനും നേരവും സമയം.
എല്ലാറ്റിനും നേരവും സമയമുണ്ട്. പ്രാതൽ കഴിക്കേണ്ടത് എപ്പോഴാണ്? ആ പദം തന്നെ സൂചിപ്പിക്കേണ്ടത് ഫുതൂർ അല്ലേ? എന്താ അറബിയിൽ പറയല്? ഫുതൂർ. നിങ്ങൾ ഗൾഫ് പോയ എന്താ പറയാ? ഫുതൂർ. ഫുതൂർ എപ്പോഴാ കേൾക്കണ്ടേ? അതിരാവിലെ കേൾക്കണം. അതിരാവിലെ. ഞാൻ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഉംറക്ക് പോയപ്പോഴാണ് ജിറാനിലേക്ക് അതിരാവിലെ പോയി ആളുകളെ ഉംറ ചെയ്യിപ്പിക്കാൻ, ഇഹ്റാം ചെയ്യിപ്പിക്കാൻ. സുബൈ ഞങ്ങൾ അവിടെ നിന്നാ നിസ്കരിച്ചത്. സുബൈ നിസ്കരിച്ച് ഞങ്ങൾ ഇഹ്റാം ചെയ്ത് ബസ്സിലേക്ക് കയറാൻ വരുമ്പോ ഡ്രൈവർമാർ ഫുതൂർ കഴിക്കാൻ. ഞാൻ ചോദിച്ചത് എന്ത് ഭക്ഷണം? അപ്പൊ എന്നോട് പറഞ്ഞു അതാ ഫുതൂർ, ഞങ്ങൾ നാസ്ത കഴിക്കുകയാണ് എന്ന്. മലപ്പുറക്കാരായി നമ്മളത് കഴിക്കാൻ 7 or 8 ഒക്കെ ആവുമല്ലോ. അതിരാവിലെ കഴിക്കണം. രാത്രി ഭക്ഷണം എപ്പോഴാ കഴിക്കേണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാറുള്ളത് മഗ്രിബിന് തൊട്ടു മുമ്പോ മഗ്രിബ് കഴിഞ്ഞ ഉടനെയോ ആയിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഭക്ഷണത്തിന് അറബിയിൽ പറയാറുള്ളത് അശാ. അശാ അശാ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ കഴിക്കുന്ന ഭക്ഷണമായതുകൊണ്ടാണ് അശാ എന്നതിന്റെ പേര് വന്നത്. നമ്മളെ എപ്പോഴാന്ന് പോയി കണികള് കൊണ്ടോട്ടിയിൽ ഇപ്പോഴും ഉണ്ടാവും. ഹോട്ടൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആരെ കാത്തുക? ക്രിസ്ത്യൻസിനെ കാത്തുക്കല്ലേ, ഹൈന്ദവരെ കാത്തു നിൽക്കല്ല. നിങ്ങളൊന്ന് പോയി നോക്കൂ, കോഴിക്കോട് ടൗണിൽ പോയി നോക്കോ എപ്പോഴാണ് ഹോട്ടലുകൾ അടക്കുന്നത് എന്ന്. രാത്രി 2 മണിയും 3 മണിക്കുമാണ് ഹോട്ടലുകൾ അടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചിന്തയിൽ നിന്ന് നമ്മൾ എത്രയോ അകന്നു പോയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിലേക്ക് തിരിച്ചു വരാനാണ് എല്ലാറ്റിനുമുള്ള പരിഹാരം ഞാൻ പറയുന്നത്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം. ആരോഗ്യം അല്ലാഹു നമുക്ക് തന്ന അമാനത്താ. അതിനെക്കുറിച്ച് ചോദ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ശരീരത്തോടും നിനക്ക് കടപ്പാടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ശരീരത്തോട് കടപ്പാടുണ്ട്, ശരീരത്തോട് കടപ്പാടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ക്രമീകരണത്തിൽ പുണ്യനബിയുടെ അധ്യാപനത്തിൽ നിന്ന് തെറ്റിയതാ മുസ്ലിം ഉമ്മത്തിന് ഈ രോഗങ്ങളൊക്കെ പിടികൂടാൻ കാരണം. ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട്. അതിൽ ഒന്നതാണ് ഫബിമാ കസബത് ഐദീകും. നിങ്ങളെ രോഗികളാക്കിയത് അല്ലാഹുവല്ല, നിങ്ങളുടെ ജീവിതക്രമത്തിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നുപോയ തെറ്റുകളാണ് ഇതിന്റെ കാരണമെന്ന് ഖുർആൻ. ശാരീരികമായി പിടിപെട്ട ഈ രോഗങ്ങളുടെ കാരണം അതാണ്. കൊളസ്ട്രോളിന്റെ കാരണം അതന്നെ. എണ്ണ ഒരു മിതമായ അവസ്ഥയിലേ പാടുള്ളൂ. അമിതമാകുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. എല്ലാം അങ്ങനെയാണ്. എന്നാൽ കേൾക്കണേ നിങ്ങൾ, ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. അടുത്ത കാരണം ഒന്ന് സ്വന്തം കൈകൾ ചെയ്യുന്ന കാരണം. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയതാണ് നിങ്ങളെ പിടിപെട്ടിരിക്കുന്ന നാശങ്ങളുടെ കാരണം എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ ദോഷങ്ങളാണ്, നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളാണത്രേ പല മാരകമായ രോഗങ്ങളുടെയും കാരണം. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി. നിങ്ങൾ എന്റെ കൂടെ അങ്ങോട്ട് വരണേ, നല്ലോണം ശ്രദ്ധിക്കണം. ഡെങ്കിപ്പനിയുടെ കാരണം എന്ത് നമ്മൾ പറയാൻ പോണത്. ഡെങ്കിപ്പനിയുടെ കാരണം എന്ത് പറഞ്ഞു? കൊതുകിനെ കൊന്നാ പ്രശ്നം തീരൂല. കൊതുകിനെ കൊന്ന. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളം ഭരിക്കുന്ന ആളുകൾ ഭരണതലത്തിൽ വന്ന ഉടനെ മലപ്പുറം ജില്ലയിലെ ചില ഭാഗത്ത് ചില പനി പടർന്നു പിടിച്ചു. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ആ സമയത്ത് ഭയങ്കര ശബ്ദ കോലാഹലം ഉണ്ടായി. എന്താ? കുത്തിവെക്കാത്തോൽക്കാ പനി വന്ന്, കുത്തിവെക്കാത്തോൽക്കാണ് പനി വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദ കോലാഹലം ഉണ്ടായപ്പോഴാണ് പനി പിടിപെട്ട 100ഓളം ആളുകളിൽ ചില ആളുകൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കുത്തിവെച്ചോലാണ്, ഞങ്ങൾക്കും പനി വന്നതാണ്. അപ്പൊ പിന്നെ ഒരു മിണ്ടാതായി. അപ്പോഴാണ് അവർ മൗനം പാലിച്ചത്.
പ്രതിരോധ കുത്തിവെപ്പുകൾ ഇതിന് പരിഹാരമാണോ? അല്ലേ അല്ല. കുത്തിവെക്കണമെന്നും വെക്കണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. കാലാകാലങ്ങളിൽ അല്ലാഹു കാണിച്ചു തരുന്ന ചികിത്സകളൊക്കെ ചെയ്യണം, ചെയ്യേണ്ട എന്നല്ല. പക്ഷേ ശാശ്വതമായി ഇതിന് പരിഹാരമല്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ രോഗങ്ങളുടെ കാരണം? ശ്രദ്ധിക്കണേ. ഫബിമ സയ്യിദത്തുനാ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയാൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ലഹറത്തിൽ ഫാഹിഷ. ഫാഹിഷ എന്ന് പറഞ്ഞാൽ ദുരാചാരങ്ങൾ. ഇദാ ലഹറത്തിൽ ഫാഹിഷ, ദുരാചാരങ്ങൾ സർവവ്യാപകമാകാൻ തുടങ്ങിയാൽ അൻസലല്ലാഹു ബഅസുഹു ബിഅഹ്ലിൽ അർള്, അല്ലാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി. ബഅസുഹു, അല്ലാഹു തന്റെ ശിക്ഷയെ ഇറക്കുന്നതാണ്. എവിടെ നിറക്കുന്നതാണ്? മേൽഭാഗത്ത് നിന്ന്, ആകാശത്ത് നിന്ന് അല്ലാഹു ശിക്ഷയെ ഇറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഇവര് പറഞ്ഞതാണോ റസൂലുള്ള പറഞ്ഞാണോ ശരി? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ ഇവർ പറഞ്ഞതാണോ? ഈ അടുത്ത കാലത്ത് വരെ ഇവർ പറഞ്ഞെന്താ നിങ്ങള്? സെപ്റ്റിക് ടാങ്കുകളുടെ വിടവുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന കൊതുകുകൾ, ആ കൊതുകുകളാണ് ഡെങ്കിപ്പനിയുടെ രോഗാണുവിനെ വഹിക്കുന്നതാണ്. ശരി, നമ്മൾ സമ്മതിച്ചു. ഈ 10 കൊല്ലം ഈ ഡെങ്കിപ്പനിയുടെ രോഗാണു എവിടെയിരുന്നു? അന്ന് സെപ്റ്റിക് ടാങ്ക് ഇല്ലേ? നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവുന്നു ഇല്ല? മറക്കിരിക്കാൻ പോവാന്നാ പറയാ അല്ലേ? ഒരു ചെറിയ സ്ഥലത്ത് മറിച്ചിട്ട് സ്ഥലത്ത് പോയിട്ട് മറക്കിരിക്കും. അന്ന് ടാങ്ക് ഉണ്ടാവും, സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ? ഇല്ല, അന്ന് ഓപ്പണാ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെക്കാളും കൂടുതൽ ഡെങ്കിപ്പനി ഉണ്ടാവേണ്ടത് അന്നല്ലേ? പറയൂ, ശാസ്ത്രം മറുപടി പറയണ്ടേ? ഇന്നത്തെക്കാളും ഡെങ്കിപ്പനി പടർന്നു പിടിക്കേണ്ടത് അന്നായിരുന്നില്ലേ? മനുഷ്യന്മാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓല് പറയുമ്പോ അതിന്റെ പിന്നാലെ പോവാൻ പോലും പറഞ്ഞു. അവിടുന്നല്ല, ഇത് ഫ്രിഡ്ജിന്റെ വേക്കുന്നുണ്ടാവുകയാണ്. ഫ്രിഡ്ജിന്റെ വേക്കിലാണ് കൊതുകുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് എന്നവർ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണേ, വലിയ വലിയ മനുഷ്യന്മാരെ പേടിക്കുന്നത് ഏതിനെയാണ്? കൊതുകിനെയാ. എന്നിട്ടോ ചില ആളുകൾ പിന്നെ ചർച്ച എന്താ? നിങ്ങള് കൊതുക് എങ്ങനെ കടിക്കാതിരിക്കാനുള്ള വഴി എന്താന്ന് പിന്നെ ചർച്ച. അതിനാരോ പറഞ്ഞു, കൽപ്പൂരം കൂട്ടിയിട്ട് എണ്ണ ഉണ്ടാക്കി തേച്ചാൽ മതി. കേട്ടിരുന്നങ്ങളെ? കേട്ടിരുന്ന? കൽപ്പൂരം കൊണ്ട് എണ്ണ ഉണ്ടാക്ക, തൈലുണ്ടാക്കിയിട്ട് അത് തേച്ചാൽ കൊതുക് കടിക്കൂല. മനുഷ്യൻ ചിന്തിച്ചവിടെ എത്തി എന്ന് ആലോചിക്കണേ നിങ്ങൾ. എന്നാൽ അവൻ യഥാർത്ഥമായി ചിന്തിക്കേണ്ട റൂട്ടിലല്ല ചിന്തിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളോ, ഇദാ ലഹറത്തിൽ ഫാഹിഷ, ദുരാചാരങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന രാജാ അല്ലദീ ഖലഖ ഫസവ്വാ, സൃഷ്ടാവായ അല്ലാഹുവാണ്. ആ സന്തുലിതാവസ്ഥ തെറ്റുന്നത് എപ്പോഴാണ്? ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ലഹറത്തിൽ ഫാഹിഷ, ദുരാചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമായാൽ അൻസലല്ലാഹു ബഅസുഹു ബിഅഹ്ലിൽ അർള്, അല്ലാഹു ഭൂമിയിലെ ജനങ്ങൾക്കിടയിലേക്ക് തന്റെ ശിക്ഷ ഇറക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ വ്യാപകമാവുക, സദാചാരത്തിന് പകരം ദുരാചാരം വ്യാപകമാവുക. അല്ലേ? പണ്ടൊക്കെ പെണ്ണ് കണ്ടുപോരാ, പെണ്ണ് കാണാൻ തന്നെ പോലെ പഴയ കാലത്ത്. പിന്നെ ഒരു കാലത്ത് പെണ്ണ് കാണാനൊക്കെ പോകും. പെണ്ണ് കാണൽ സുന്നത്താണല്ലോ. കണ്ടു വന്നാൽ പിന്നെ നിക്കാഹ് വരെ സംസാരിക്കൂല. എന്നോ കാണാൻ തുടങ്ങണതിന്റെ മുമ്പ് തന്നെ അവൻ അന്യ പെണ്ണിനോട് സംസാരിക്കുക.
കാണാൻ പോകുന്ന ആൾ മൊബൈല് കൊടുത്താ തിരിച്ചു പോരുന്നത്. വാപ്പിമ്മിം വരെ അതിന് അനുവാദം കൊടുത്തില്ലേ? വിളിച്ചിട്ടില്ലേ? ചോദിക്കൂടാ, ജിന്നോളെ വിളിച്ചിരുന്നോ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. നിക്കാഹ് കഴിയാത്ത പെണ്ണിനോട് സംസാരിക്കുന്നത് വ്യഭിചാരത്തിന്റെ ഗണത്തിലാണ് അല്ലാഹു പെടുത്തുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറയൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, എന്ന് സമൂഹം ഒരു തെറ്റായി കാണുന്നുണ്ടോ? പറയൂ, നിങ്ങൾ തെറ്റായി കാണുന്നുണ്ടോ? പറയൂ, നിങ്ങൾ എന്നാ മിണ്ടാത്തത്? തെറ്റായി കാണുന്നുണ്ടോ? ഇല്ല. ഇദാ ലഹറത്തിൽ ഫാഹിഷ, ദുരാചാരങ്ങൾ സർവ്വവ്യാപകാവുക, എല്ലാവരും ചെയ്യാൻ തുടങ്ങുക. ദുരാചാരങ്ങളല്ലാതെയായി മാറുക. ദുരാചാര എന്ത്? ഒരു പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ആ പെണ്ണിനോട് സംസാരിക്കുക എന്നുള്ളത് ദുരാചാരമാണ്. അത് സർവ്വവ്യാപകമാവാൻ തുടങ്ങിയാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിന്റെ പിന്നിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണേ. എവിടെ വന്നതായി ഡെങ്കിപ്പനിയുടെ രോഗാണ് വന്നറിയുമോ? ആകാശത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതാ. 25 കൊല്ലം മുമ്പ് ഡെങ്കിപ്പനി ഉണ്ടോ? അന്ന് ഡെങ്കിന്ന് കേൾക്കാറുണ്ടോ? അന്ന് എലിയില്ലേ? അന്ന് എലിയുണ്ടോ? എലിയുണ്ടോ? ഉണ്ട്. പക്ഷെ അന്ന് എലിപ്പനിയില്ല. അന്നും എലി മൂത്രമൊഴിക്കാറുണ്ടല്ലോ. അന്ന് എലിയുടെ മൂത്രത്തിലെ അണുക്കൾക്ക് രോഗത്തെ പകർത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല. ചിന്തിക്കണേ. ഇന്ന് മനുഷ്യൻ എലിയുമായി അല്ലെങ്കിൽ എലി മനുഷ്യനോട് ഇടപെടുന്നതിനേക്കാളും കൂടുതൽ അന്ന് എലി മനുഷ്യനോട് അല്ലേ? പണ്ട് എല്ലാ വീട്ടിലും എലിയില്ലേ? ഇന്ന് വീട്ടിൽ എലി ഉണ്ടോ? ഇല്ല. കോൺക്രീറ്റ് വീടുകളാണ്. അതുകൊണ്ട് എലിക്ക് താമസിക്കാനും കഴിയുന്നില്ല. അപ്പൊ പഴയ കാലത്ത് ഇന്ന് മനുഷ്യനോട് ഇടപഴകുന്നതിനേക്കാളും കൂടുതൽ എലികൾ പഴയ കാലത്ത് മനുഷ്യനോട് ഇടപഴകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എലിപ്പനിയില്ല. എവിടെന്നാണ് ഈ രോഗാണു കടന്നു വന്നത്? അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലോകമേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കേട്ടോളൂ. അല്ലാഹു പറയാ, പുണ്യ നബിയാ പറയുന്നത്, അല്ലാഹു ഇറക്കുന്ന ബലാകളാണ്. എപ്പോഴാണ് ഈ ബലാ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്? സദാചാരങ്ങളെ മാറ്റി നിർത്തി ദുരാചാരങ്ങളെ എന്റെ ഉമ്മത്ത് പുൽകുമ്പോഴാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മേഖലയിലും ദുരാചാരല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അവിടുന്ന് വിട്ടില്ലേ സംഗതി അല്ലേ? പണ്ട് കുട്ടികൾക്ക് പുതിയാപ്പിളാരെ വാപ്പിമ്മിയും കണ്ടെത്തല. അന്ന് മക്കൾ തന്നെ തനിക്കാര് ഭർത്താവാകണം എന്ന് തീരുമാനിക്കുകയാണ്. മക്കൾ തന്നെ തീരുമാനിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞയച്ച മോളാ. ഡിഗ്രി കഴിഞ്ഞു വന്നവളെ വിവാഹം ചെയ്യാൻ ആലോചിക്കുമ്പോഴാണ് അവൾ വാപ്പയോട് പറയാണ്, വാപ്പേ, നിങ്ങളെടുക്കുന്ന പുതിയ ആപ്പിൾ എനിക്ക് വേണ്ട. 4 കൊല്ലമായി ഞാൻ പ്രേമിക്കുന്ന ഒരാളുണ്ട്, അയാളാണ് എന്റെ ഭർത്താവ്. സ്വന്തം വാപ്പയോട് 4 കൊല്ലമായി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെന്നൊരു മോൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? 4 കൊല്ലമായി ഞാനും അയാളും വ്യഭിചരിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്തുകൊണ്ട്? ഗുഹ്യ ഭാഗങ്ങൾ കൊണ്ട് മാത്രമല്ലല്ലോ വ്യഭിചാരം, പിന്നെയോ നാവിനും വ്യഭിചാരമുണ്ട്. സിനാഹൽ കലാ, നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് സംസാരമാ, ചാറ്റിംഗ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി 4 കൊല്ലമായി ഞാനും അയാളും ചാറ്റിങ്ങിലൂടെ പ്രേമം കൈമാറുന്നവരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 കൊല്ലമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന്. അല്ല, പ്രശ്നമുണ്ടോ? എത്ര വിവാഹങ്ങളാ സമൂഹങ്ങളിൽ എങ്ങനെ നടക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ വിവാഹങ്ങൾ നടക്കുന്നത്? കേൾക്കണേ, ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേൾക്കണേ. ഇദാ ലഹറസ്സിനാ വറിബാ ഫീ ഖറിയ, ഒരു ഗ്രാമത്തിൽ വ്യഭിചാരവും പലിശയും സർവ്വവ്യാപകമായാൽ രണ്ട് കാര്യം റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് കേട്ടോളിട്ടോ. ഇദാ ലഹറസ്സിനാ, ഞാൻ ഇന്നലെ രാവിലെ വടകര ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വടകരക്കടുത്തുള്ളൊരു സ്ഥലമാണ്, ഞാൻ ആ സ്ഥലം പറയുന്നില്ല. ആ സ്ഥലത്ത് വലിയ സ്ഥാപന സമുച്ചയങ്ങൾ വരുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ ചില ആളുകൾ പറയാ, അവിടുത്തെ സ്കൂള് വിടുന്നത് 4:30. 4 മണിക്ക് തന്നെ കുറെ ചെറുപ്പക്കാർ ബൈക്കുമായിട്ട് സ്കൂളിന്റെ മുമ്പിൽ ഇങ്ങനെ ലൈനായി നിൽക്കും. എന്തിനാ? പെങ്ങന്മാരെ ബേക്കിലിരുത്തി കൊണ്ടുപോകാനല്ല. സ്കൂൾ വിടുമ്പോൾ ഓരോ കുട്ടികളോടും ആ കുട്ടികളുടെ നമ്പർ വാങ്ങാനും കൈമാറാനും തനിക്ക് ഇഷ്ടപ്പെട്ടവരുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനും. നിങ്ങൾ ആലോചിക്കണേ, സമൂഹത്തിന്റെ അവസ്ഥ എവിടെ എത്തിയെന്ന്. ഇതാ ഏതൊരു രാജ്യത്താണോ ഏതൊരു നാട്ടിലാണോ വ്യഭിചാരം പരസ്യമായി നടക്കാൻ തുടങ്ങിയാൽ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ആ കാലായാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ഹദീസ് ഇങ്ങനെയാണ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു അശറത്തു റഹ്തിൻ മിനൽ മുഹാജിരീന, മുഹാജിറുകളായ സ്വഹാബികളിൽപ്പെട്ട 10 പേരുകൾ, 10 ആളുകൾ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഫഅഖബല അലൈനാ ബിവജ്ഹി, പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബാ ഖംസു ഖിസാൽ, 5 കാര്യങ്ങൾ ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി കാവൽ ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബികളോട് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി എന്നുകയാണ്, മാ ലഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തോ, ഏതൊരു ജനതയിലാണോ ദുരാചാരങ്ങൾ പ്രത്യക്ഷമായി നടക്കുന്നത്, ഇല്ലബ്തുലോ ബിത്തവാഗീൻ, ആ സമൂഹത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാരകമായ രോഗം, എങ്ങനെയുള്ള മാരകമായ രോഗമാണ്? ലം തകുൻ ഫീ അസ്ലാഫിഹിമുല്ലദീന മല്ലൗ, കേൾക്കണേ ഹദീസ്, ലം തകുൻ, ആ മാരക രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, ഫീ അസ്ലാഫിഹിം, അവരുടെ മുൻഗാമികളിൽ, അല്ലദീന മലൗ, അവരുടെ മുമ്പേ മരിച്ചുപോയ മുൻഗാമികളിൽ ഉണ്ടായിരുന്നില്ലാത്ത രീതിയിലുള്ള മാരകമായ രോഗങ്ങൾ ആ ജനതയെ പിടിപെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ പഴയ കാലത്തില്ലല്ലോ, ക്യാൻസർ എന്ന രോഗം പഴയ കാലത്തില്ലല്ലോ. മുട്ടുവേദന പഴയ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലല്ലോ. പഴയ പള്ളിയിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു സ്റ്റൂൾ ഉണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ? സ്റ്റൂള് ഇപ്പൊ പള്ളിയിലൊക്കെ സ്റ്റൂളാന്ന് മാത്രല്ല, ഞാൻ 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന മുമ്പിലെ സഫ് മുഴുവൻ കസാല ഇടേണ്ടിയിരുന്നു. ചില പള്ളിയിൽ പോയി നോക്കിയാൽ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ സഫിന്റെ അറ്റത്ത് 2 ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആർക്കാ? മുട്ടുവേദന ഉള്ളവർക്ക് നിസ്കരിക്കാൻ. ശ്രദ്ധിക്കണേ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മാരകമായ രോഗങ്ങൾ അവിടെ പിടിപെടുമെന്നല്ല. വൽ ഔജാഉ, രോഗങ്ങളും അല്ലതീ ലം തകുൻ ഫീ അസ്ലാഫിഹിമുല്ലദീന മലൗ, മുൻഗാമികളിൽ ഉണ്ടായിരുന്നില്ലാത്ത രീതിയിലുള്ള വേദനകൾ ആ ജനതയെ പിടിപെടും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു സുപ്രഭാതത്തിൽ കൈ പൊങ്ങുന്നില്ല, തോളിന് വേദന, പെരടിക്ക് വേദന,
ശരീരമാസകലം വേദന, മുട്ടിന് വേദന, നടക്കാൻ പറ്റുന്നില്ല, നടുവേദന. ഒട്ടുമുക്കാൽ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് നടുവേദന. എന്താ ഇതിന്റെ ഒക്കെ കാരണം? വേദനകൾ പിടിപെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുരാചാരങ്ങളാണ് അതിന്റെ കാരണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. തന്നെ വ്യഭിചാരം സർവവ്യാപകം. ആ വ്യഭിചാരത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ ഉള്ള മൊബൈൽ പോക്കറ്റിലിട്ട് നിസ്കരിക്കണത്. ആ പോക്കറ്റ് ഇങ്ങനെ കൽബിനോട് ചേർന്ന് നിൽക്കണ, ആ കൽബിന്റെ മേലെ കയ്യും കെട്ടിയിട്ടാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം നിസ്കരിക്കുന്നത്. എവിടുന്ന് സ്വീകരിക്കപ്പെടാനാ? എവിടുന്ന് ഖബൂലാവാനാ? വാപ്പിമ്മയും മക്കളും ഇരുന്നിട്ട് കാണാണ്. എന്താ? സിനിമ കാണുന്നു, സീരിയല് കാണുന്നു. വാപ്പയും ഉമ്മയും മക്കളും ഇരുന്ന് കാണുന്ന സിനിമയുടെ സീരിയലുടെ രംഗങ്ങൾ എന്താ? നായകരും നായികയും ചുംബിക്കുന്നതാണ്. ചുംബിക്കണ പരസ്യമായിട്ട് കാണാ. കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്റെ സഹധർമ്മിണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മൊബൈലിലൂടെ. അന്യ സ്ത്രീ പുരുഷന്മാർ ശാരീരികമായ ബന്ധത്തിൽ വീഴ്ചയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ വീഴ്ച ചെയ്യുന്ന ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക. ആർക്ക്? സ്വന്തം ഭാര്യക്ക് ഭർത്താവ് ഇരുട്ടുകളിൽ ഇരുന്നിട്ട് കാണുക. കേൾക്കണേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇദാ ലഹറസ്സിനാ, വ്യഭിചാരം എന്റെ ഉമ്മത്തിൽ സർവ്വവ്യാപകമായാൽ ഖാനൽ മൗതു വകതുറ ഫിന്നാസ്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചാരം ഇദാ ലഹറസ്സിന, കേൾക്കണം, വ്യഭിചാരം ലാഹിറാവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഇരു കൈകളും അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല. ഇദാ ലഹറസ്സിന എന്ന് പറഞ്ഞാൽ ലഹറ പ്രത്യക്ഷമാവാ, കാണുക. അപ്പൊ എന്റെ വലതുകൈ നിങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ വ്യഭിചാരം മനുഷ്യന്മാരെ കാണുന്ന കാലമായ ആ കാലഘട്ടത്തിലാണ് പെട്ടെന്നുള്ള മരണം, അറ്റാക്ക് മരണങ്ങളെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലേ ഞാൻ നേരത്തെ മൊയ്തു മൗലവിനോട് ചോദിച്ചത്, നിങ്ങളുടെ ചെറുപ്പത്തിൽ അറ്റാക്കായി മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന്. അവരുടെ കുട്ടിപ്രായപ്പോ ഇല്ല. ഇതന്നെയാണ് അതിന്റെ കാരണം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ദീർഘമായ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മഹാനായ തങ്ങളവറുകൾ ദിക്ർ ദുആക്ക് നേതൃത്വം നൽകാനായി നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ജമലുൽ തങ്ങളവറുകൾ മജ്ലിസുൻ നൂറിന്റെ കേരളത്തിന്റെ അമീറായി, കേരളത്തിന്റെ എല്ലാ മജ്ലിസുൻ നൂറിന്റെ അമീറായി മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ തങ്ങളവറുകളെയാണല്ലോ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത്. മജ്ലിസുൻ നൂർ ചൊല്ലി ദുആ ചെയ്യാനുള്ള ഇജാസത്ത് അല്ലാഹു നൽകിയ മഹാനായ ജമലുൽ തങ്ങളവറുകളാണ് നമ്മുടെ സദസ്സിൽ ദുആക്ക് നേതൃത്വം നൽകാനായി കടന്നു വരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മുടെ നേതാക്കൾക്ക്, സാദാത്തുക്കൾക്ക് അല്ലാഹു ആരോഗ്യത്തോട് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ലോകാവസാനമായാൽ 4 കാര്യങ്ങൾ പ്രത്യക്ഷമാവും. ശ്രദ്ധിക്കണം, ലോകാവസാനമാകുമ്പോൾ 4 കാര്യം പ്രത്യക്ഷമാവും. ശരിക്ക് കേട്ട് മനസ്സിലായിക്കോളി. ശരിക്കു കേട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ലോകാവസാനമാകുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യക്ഷമാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എന്താ റസൂൽ പറഞ്ഞത്? അക്കുലുർ റിബാ, വ്യാപകമായ പലിശ ഉപയോഗമുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. 5 ലക്ഷം കിട്ടിയവനെ ഏതെങ്കിലുമൊക്കെ കൊണ്ടുപോയിടും, എന്നിട്ട് അവനെ അതിന്റെ പലിശ അങ്ങനെ വാങ്ങി തന്നു. 5 ലക്ഷം ഉള്ള കയ്യിലുള്ള ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കും. ജ്വല്ലറിക്കാരന് എല്ലാ മാസവും 5000 രൂപ കൊടുക്കും. ജ്വല്ലറിക്കാരന് നഷ്ടാണോ ലാഭാണോ അതൊന്നും അറിയണ്ട, നിനക്കെല്ലാ മാസവും 5000 തരും. അല്ലേ? ഫിക്സഡ് ലാഭം പലിശയല്ലേ? വ്യാപകമായ പലിശ തിന്നുന്ന കാലമായിരിക്കും ആ കാലം. നിങ്ങൾ പൊന്നു നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പലിശയുടെ ഉപയോഗമാണ് വ്യാപിക്കും. ശരിയല്ലേ? 60,000 രൂപന്റെ പൾസർ 60,000 രൂപ കിട്ടുമോ? മോനോ 85? മൂപ്പര് ഫോട്ടോ എടുക്കണ തിരക്കില്ല. എന്നൊക്കെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാ മനസ്സിലായില്ലേ? ഫോട്ടോ നമ്മളെ ചില പരിപാടിയിലൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നാം, ഫോട്ടോ എടുക്കലാ വലുത്, ക്യാമറ അങ്ങനെ പിടിക്കലാ വലുതെന്ന് തോന്നും. ക്യാമറ അങ്ങനെ പിടിക്കല. നിക്കാഹിന്റെ സദസ്സിലൊക്കെ തന്നാ തോന്നുന്നതാ നിക്കാഹിനേക്കാളും വലുത് ഇത് പിടിക്കല, വീഡിയോ പിടിക്കലാന്ന് തോന്നിപ്പോ. കാരണം എന്താ? ഖാലിയാരൊക്കെ പറയും, പുതിയ പള്ളി മോശം ഫോട്ടോ എടുക്കാൻ. പലിശ വ്യാപകമായി ഉപയോഗത്തിലുണ്ടായാൽ മൂപ്പര് പറഞ്ഞല്ലോ 85,000 രൂപയാണ്. നിങ്ങൾക്ക് പൾസർ ഉണ്ടോ? പൾസർ 85,000 രൂപയാണ് പൾസർ. അടവിനാണ് എടുത്ത്. അടവിന് നമ്മളൊരു വാഹനമെടുത്താൽ കൊടുക്കണ പലിശ. ഇപ്പൊ നിങ്ങളൊരു വലിയ വണ്ടി എടുത്താല് മോഡിന്റെ ആള് തെരഞ്ഞുതരും, മുഴുവൻ പൈസ ഒപ്പം കൊടുത്താൽ മോഡിന്റെ ആള് തെരഞ്ഞുവരുമ്പോ നിങ്ങളെ വരുമാന മാർഗം എന്താന്ന് കാണിച്ചാൽ മതി. അതിന്റെ ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് കൊടുക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നേരെ മറിച്ച് പലിശ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലിശയുടെ വ്യാപകമായ ഉപയോഗമുണ്ടായാൽ വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യം പറയാൻ തുടങ്ങിയാൽ മനുഷ്യൻ എല്ലാരും പണിയതാ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കണക്കൊക്കെ കൃത്യമായി ഉണ്ടാക്കുക. നിങ്ങൾ വിചാരിക്കൂ ഇയാൾ മോഡിന്റെ ആളാണ്. അങ്ങനൊന്നുമില്ല. കള്ളസത്യം വ്യാപിക്ക വിൽക്കുന്നതിലും വാങ്ങുന്നതിലും സർവവ്യാപകമായ കളവുണ്ടാവുക. മലബാറിലെ ഏക ഷോറൂം അയാൾ നോക്കിയിട്ടൊന്നുമില്ല, ആടെ ഇത് തന്നെ മലബാറിലെ ഏക ഷോറൂം. അയാളുടെ റൂമാ ഒന്നുമല്ല, ഇതിനേക്കാളും വലുത് വേറെണ്ട്. വെറുതെ പറയാണ്, വെറുതെ അങ്ങ് പറയാ. വ്യാപകമായ കളവുകൾ ഉണ്ടാവുക. പിന്നെയോ ഹബീബായ റസൂലുള്ളാഹി ഇവിടെ പ്രയോഗിച്ചൊരു പദമുണ്ട്. എന്താ? ലഹറാന. ലഹറാർന്ന എല്ലാവർക്കും കാണുന്ന അവസ്ഥ ഉണ്ടാവുക. അങ്ങനല്ലേ എഴുതി വെക്കല്? മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം എല്ലാവരും ഇങ്ങനെ വായിക്കണം. ആ പച്ചക്കള്ളം. പിന്നെയോ അളത്തത്തിലും തൂക്കത്തിലും മനുഷ്യർ കുറവ് വരുത്തുകയും ചെയ്യുന്ന കാലമായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വളരെ മോശമായ രോഗങ്ങൾ അവരിൽ പിടിപെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ കാരണങ്ങൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ, പ്രതിവിധി പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. മഹാനായ തങ്ങൾവർകളെ വേഗം വിട്ടുകൊടുക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദയാണ്, അദബാണ്. തങ്ങളവർകൾ
തങ്ങൾക്ക് അനിവാര്യമായി പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ടല്ലോ. സമയം കിട്ടി നമ്മൾ വേറെ സമയത്ത് പറയും. ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. സത്യങ്ങൾ കാരണമൊക്കെ പറഞ്ഞു. ഞാൻ എന്താ പ്രതിവിധിയും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തെറ്റുകളൊന്നും പിഴുതെറിയാത്ത കാലത്തോളം അല്ലാഹുവിന്റെ ബലാ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകില്ല. 1. 2, വന്നുപെട്ടിരിക്കുന്ന ബലാ നീങ്ങിപ്പോകാനുള്ള ഏക മാർഗം എന്താ? 1, അദ്ദുആ. അല്ലാഹുവിനോട് മനമുരുകി ദുആ ചെയ്യലാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ആ ദുആയിലേക്ക് കടക്കാൻ പോണത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ യുഗ്നി ഹദറും മിൻ ഖദർ. സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖലാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സൂക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലാഹുവിന്റെ ഖലാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്കറിയോ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ. അയാളുടെ അയൽവാസിയാ, മുസ്ലിമാ. അയാളെ ക്യാൻസർ പേടിച്ചിട്ട് എല്ലാ പച്ചക്കറിയും അയാളുടെ തോട്ടത്തിൽ ഉണ്ടാക്കും. ക്യാൻസർ പേടിച്ചിട്ട്, ക്യാൻസർ ഈ വിഷലിപ്തമായ പച്ചക്കറി തിന്നിട്ടാന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് എല്ലാ പച്ചക്കറി അയാളുടെ വീട്ടിൽ പറമ്പത്തുണ്ടാക്കും. അയാൾ കക്കരിക്ക വരെ, കൈപ്പക്ക, വെണ്ടക്ക, പിന്നെന്താ പച്ചക്കറിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഒക്കെ കാക്കാരാ. പക്ഷെ കാക്കാർക്ക് ഇതൊന്നും പറ്റൂല അല്ലേ? കൈപ്പക്ക, വെണ്ട, പാവ, പിന്നെ കക്കരി, വെള്ളരി, കാക്കാര. കാക്കാർക്ക് ഇത് പറ്റൂല. ആകെ ഒരു ക്രിസ്ത്യാനേ ഉള്ളൂ ഇതില്, മുട്ടക്കോസ് ഒക്കെ മാപ്പിളെ. ഇയാളെല്ലാ പച്ചക്കറി മൂപ്പര തോട്ടത്തിൽ ഉണ്ടാക്കും. ആകെ 3 ഉള്ളിയാ വാങ്ങുക: ചുവന്നുള്ളി, വെളുത്തുള്ളി, വലിയുള്ളി. മട്ടരിയുടെ ചോറാണ് അയാൾ കഴിക്കുക. മട്ടരി അയാളുടെ വയലിൽ തന്നെ ഉണ്ടാക്കിയ നെല്ല് തൊലി കളഞ്ഞ് തവിട് കളയാതെ അയാൾ ചോറുണ്ടാക്കും. അയാൾ മരിച്ചത് ക്യാൻസർ പിടിച്ചിട്ട്, ലെൻസിന് ക്യാൻസർ വന്നിട്ടാ മരിച്ചത്. സൂക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയോ? ഡെങ്കിപ്പനി നല്ല ഉഷാറായി മൂടി പൊറച്ച് കടന്നുറങ്ങി, കൊതുക് കടിക്കരുത് എഴുതിയിട്ട്. കൊതുക് ഇങ്ങനെ വരും. കൊതുക് വരുമ്പോൾ നമ്മളെ പുതപ്പ് ഒരു സ്ഥലത്തും നമ്മൾ വേറെ സ്ഥലത്തും തുണി വേറെ സ്ഥലത്തും. ഉറങ്ങിയ വല്ല വിവരമുണ്ടോ? ഡെങ്കിപ്പനിയുടെ കൊതുക് ഇങ്ങനെ വന്നിട്ട് വാപ്പ, അമ്മ, പെങ്ങൾ എല്ലാരെയും പരിശോധിച്ച് നോക്കി. ഇവനായ കൂട്ടത്തിൽ ഒരു ഹാംക്ക് ഓന് കൊടുക്ക. ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. അവലിപ്പോ പറഞ്ഞു പകല് കടിക്കണ കൊതുകുന്ന രോഗാണു പകരുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അവര് പറയും പകല് മാത്രല്ല രാത്രിയുള്ളിലുണ്ട്. വെറുതെ മനുഷ്യന്മാരും ഇങ്ങനെ പലതിന്റെയും പിന്നാലെ പോവാണ്. അല്ലാഹുവിന്റെ അദാബ, അല്ലാഹുവിന്റെ അദാബ. ഞാൻ കണ്ടു ഈ കൊതുകാണ് ഡെങ്കിപ്പനിയുടെ രോഗാണുവിനെ പകർത്തുന്നത് എന്ന് അറിഞ്ഞപ്പോ കൊതുക് കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജ് വാട്സപ്പ് ടു വാട്സപ്പ് ഇങ്ങനെ പോവാ. എന്നാ അള്ളാന്റെ ഹബീബിന്റെ ഈ വാക്ക് ഒരാളും പരസ്പരം കൈമാറുന്നത് ഞാൻ കണ്ടില്ല. ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വദ്ദുആഉ പ്രാർത്ഥന യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ. ഒരാളിൽ വന്നുപെട്ടിരിക്കുന്ന ബലാ ഇല്ലാതെയാവാൻ ദുആക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വർകൾ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ പോവാണ്. നല്ല ഇഖ്ലാസോടെ ഇരിക്കണം. ദുആ അല്ലാതെ ബലാഇനെ എടുത്തു മാറ്റാൻ വേറെ വഴികളില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴാ, ഞാൻ എൻ്റെ ഒരു പരിചയക്കാരുണ്ട് അവിടെ വീട്ടിൽ. അപ്പോൾ കുറെ മുമ്പ് ഒരു വയലിന് പോയപ്പോൾ അയാളുടെ വീട്ടിലാ താമസിക്കാം. ഞാൻ ചെന്നപ്പോ വീട്ടിലെ അയാളുടെ ഭാര്യ വീട്ടിലില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ കുട്ടി കൊച്ചുമോളയും കൊണ്ട് പിന്നെ ജപ്പാൻ പനിക്കെതിരെ കുത്തിവെക്കാൻ പോയതാണ്. അപ്പൊ ഒരു പനിയുടെ പേരാ ജപ്പാൻ പനി, ജപ്പാൻ ജ്വരം, തക്കാളിപ്പനി. പണ്ട് തക്കാളിപ്പനി വന്നപ്പോ അന്ന് ചില മനുഷ്യന്മാര് പറഞ്ഞിരുന്നു, തക്കാളിപ്പനി വന്നാൽ എന്താ, കവളൊക്കെ തക്കാളിന്റെ മാതിരി ആയി കിട്ടുമല്ലോ, എന്നിട്ടെങ്കിലും ഒന്ന് ഉഷാറാവണം.
തക്കാളിപ്പനി, ജപ്പാൻ ജ്വരം, പിന്നെയോ ഡെങ്കിപ്പനി, പിന്നെയോ പക്ഷിപ്പനി, ആന്ത്രാക്സ്, കുരങ്ങുപനി, പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കൊല്ലം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഡോക്ടറെ ക്ലാസ് എടുത്തിരുന്നു. അയാൾ പറഞ്ഞു പന്നിപ്പനി എന്ന് പറഞ്ഞാൽ പന്നികൾക്ക് ഉണ്ടാവുന്ന പനിയാണ്. പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് കയറാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം രോഗാണുവിന്റെ തകരാറല്ല, മനുഷ്യന്മാരൊക്കെ പന്നിയായതാണ്. വളരെ സത്യമാണല്ലോ പറഞ്ഞ വർത്താനോ. പന്നിപ്പനിയുടെ രോഗാണു പന്നിയുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ, മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാൻ പാടില്ല. അതിന് മനുഷ്യൻ രണ്ട് കാലിൽ നടന്നാൽ മനുഷ്യനാവൂലല്ലോ. മനുഷ്യൻ പന്നിയായതിന്റെ കാരണം എന്നയാൾ പറഞ്ഞത് എന്തൊക്കെ മനുഷ്യരിൽ വന്നുപെട്ടിരിക്കുന്ന ബലാഇനെ എടുത്തു മാറ്റാൻ ദുആക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മങ്കൂസ് മൗലിദ് ഉണ്ടായത്. മങ്കൂസ് മൗലിദ് എങ്ങനെ ഉണ്ടായതാ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ചില ആൾക്കാർ ചോദിക്കണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കാലത്ത് മങ്കൂസ് മൗലിദ് ഉണ്ടല്ലോ, മനുഷ്യന്മാരെ നിങ്ങൾ പോയിട്ട് പഠിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് മങ്കൂസ് മൗലിദ് ഇതില്ല, ശരിയാണ്. പക്ഷേ മങ്കൂസ് മൗലിദ് ഉണ്ടാകുന്നത് എപ്പോഴാ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലഘട്ടത്തിലാണ്. മലബാറിന്റെ ഭാഗങ്ങളിലാണല്ലോ കോളറ പിടിപെട്ടത്, വ്യാപകമായ മരണങ്ങൾ ഉണ്ടായി. ആളുകൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ചെന്നു. ആ സമയത്ത് മഹാനവർകൾ പെട്ടെന്നൊരു മൗലിദ് എഴുതി ഉണ്ടാക്കി, റസൂലുള്ളാഹിന്റെ മദ്ഹ്. എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്തതുകൊണ്ട് അതിന്റെ മങ്കോസ് ചുരുക്കപ്പെട്ടത് എന്ന പേര് വന്നത്. അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ചൊല്ലിക്കോളൂ, ദുആ ചെയ്തോളൂ. മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, സ്വലാത്തുകളാണല്ലോ. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബദർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി الصلاة والسلام على الرسول الشفيع الأبتهي والحبيب العربي. മങ്കൂസ് മൗലിദ് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്തുകളെല്ലാം തവസ്സുലാക്കി റബ്ബിനോട് ദുആ ചെയ്യുന്നു. എന്താ ദുആയുടെ ഭാഗം? ഹാദസുമ്മന്നാഖി വദ്ദാഅൽ ഖാമി വൽ വബാഅൽ ഖാതി ഇന്നക മുജീബുൻ സാമി വഅൻ തസ്രിഫ അന്ന തഊന വൽ വബാ. അല്ലാഹുവിനോട് ദുആ ചെയ്യാ, പടച്ചോനെ മാരകമായ രോഗങ്ങൾ വ്യാപകമായി പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന്. മങ്കൂസ് മൗലിദിന്റെ ദുആയിലെ ആ ദുആ വരാൻ കാരണം ബലാ വ്യാപകമായപ്പോഴാണ് മങ്കൂസ് മൗലിദ് ഉണ്ടായത്. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു ആ മഹാനുഭാവൻ അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സയ്യിദുമാർക്കൊക്കെയും നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മാരകമായ ബലാഅകൾ കൊണ്ട് ഉമ്മത്ത് പ്രയാസം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ മഹാനവറുകൾ പറഞ്ഞത് മജ്ലിസുൻ നൂർ സംഘടിപ്പിക്കാൻ. അസ്ഹാബുൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാൻ, അത് വീടുകളിൽ നിരന്തരമായി ചൊല്ലാൻ. പഴയ അതേ നന്മയിലേക്ക് തിരിച്ചു പോയാലല്ലാതെ ഈ ബലായിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട. കുത്തിവെക്കാൻ നമ്മൾ ഒരുങ്ങിയാലേ 24 രീതിയിലുള്ള പകർച്ചപ്പനി ഉണ്ടായ 24 രോഗത്തിന്റെയും മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറ്റേണ്ടി വരും. കഴിയോ? എല്ലാ കൊല്ലവും ഒരു മനുഷ്യൻ കുത്തിവെക്കാൻ കഴിയോ? അതെന്നെ വേറെ രോഗങ്ങളായി മാറും. പ്രാർത്ഥനകളാണ് അതിന്റെ മനുഷ്യ സമൂഹത്തെ സഹായിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ബലാഅകളെ ദുആ കൊണ്ടാണ് മുൻഗാമികൾ പ്രതിരോധിച്ചത്. അതുകൊണ്ടാ മഹാനായ തങ്ങളവர்கள் അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലി ദുആ ചെയ്യാം. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, മനുഷ്യന്മാരെ പേര് ചൊല്ലിയിട്ട് ദ്വാരക്കല്ലോ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ പേര് ഉച്ചരിച്ച് ദ്വാര ചെയ്യാവുന്നതാണ്. നിസ്കാരത്തിലെ പോലും ദുആ അങ്ങനല്ലേ? നിസ്കാരത്തിന്റെ അവസാനത്തെ ഭാഗം ദുആ അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർലി. ഇവിടെ ഇല്ലേ കൊട്ടപ്പുറത്ത്? അത്തഹിയാത്തിൽ ലാസ്റ്റ് ഭാഗത്ത് ഒരു ദുആ ഇല്ലേ? കൊട്ടപ്പുറത്തില്ലേ? اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت. ദുആയാണ് അവിടെ നിന്ന് കേട്ടെ. ആ ദുആന്റെ മുമ്പ് നമ്മൾ എന്താ പറയണത്? اللهم صل على
سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم. ലോകത്ത് കഴിഞ്ഞു പോയ രണ്ട് മഹാന്മാരുടെ പേര് പറഞ്ഞിട്ടാ പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ.